ബർഗറും സാൻഡ്വിച്ചും ഒക്കെ നിങ്ങളിൽ പലരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്നാ അതുപോലൊരു വെറൈറ്റി ഇറ്റാലിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ് എഗ്ലെറ്റോ. എഗ്ലെറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് മുട്ടയാണ്. സോ കുറച്ച് കോഴിമുട്ടയൊക്കെ വാങ്ങിച്ച് എല്ലാവരും സ്റ്റോക്ക് ചെയ്തു. അപ്പോൾ ആദ്യം കുറച്ച് ഗോതമ്പ് മാവ് എടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും സവോളയും കായപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കണം. വെള്ളം കൂടിയിട്ട് അവസാനം ദോശ ചുടേണ്ട അവസ്ഥ വരരുതല്ലോ. എന്നിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് എടുക്കുക, അതാണ് ഇഡലിക്കുടുവ. ഇഡലിക്കുടുവത്തിന്റെ ഒരു തട്ടെടുത്ത ശേഷം എണ്ണ തേക്കുക. എന്നിട്ട് മാവെടുത്ത് ഇതിൽ കാണും പോലെ ഓരോന്നിലും വെച്ച് കൊടുക്കുക. ഈ അടുക്കളയുടെ പരിസരത്ത് ഞാൻ അധികം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ പ്രോസസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയേയില്ല. സോ എല്ലാരും ഒന്ന് വീഡിയോ നോക്കി പഠിക്കേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് പരിപാടി കോഴിമുട്ട എടുക്കുക. മുട്ടയുടെ തോടിന്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് മുട്ടയെല്ലാം വെളിയിലിടുക. നോട്ട് ദ പോയിന്റ്, നമ്മൾ ഈ മുട്ടത്തോട് പൊട്ടിച്ച് കളയരുത്. കാരണം ഇതിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം മുട്ടത്തോടാണ്. ഈ മുട്ടയിലേക്ക് ചെറുതായി അരിഞ്ഞ സവോളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യും. പിന്നെ മുട്ടത്തോടൊന്ന് കഴുകി വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഇഡലി പാത്രത്തിന്റെ മുകളിൽ വെച്ച മാവിന്റെ നടുക്ക് മുട്ടത്തോട് വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിക്കുക, മുട്ട വെക്കുന്നതിന് മുമ്പ് മാവിന്റെ മുകളിൽ കുറച്ച് എണ്ണ തേക്കാൻ മറക്കും. എന്നിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കുക, തട്ടറക്കി വെക്കുക, അടുപ്പ് കത്തിക്കുക, വേവിച്ചെടുക്കുക. ഇനി അവസാനത്തെ പരിപാടി, ഇതെല്ലാം വെന്ത ശേഷം മുട്ട എടുക്കുക, മുട്ടയുടെ തോട് ഇളക്കി കളയുക, ഇരുന്നിടത്ത് തന്നെ മുട്ട തിരിച്ചു വെക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിക്കുക. എങ്ങനെ ഈ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ, അങ്ങനെ കഴിക്കുക. ഈ ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ സൂപ്പർ ടേസ്റ്റ്. അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഏഞ്ചൽ, നാളെ കാണാം.